കേരളത്തിൽ വേരുകളുള്ള നാസ ശാസ്ത്രജ്ഞനായ അനിൽ മേനോൻ ബഹിരാകാശത്തെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയതിന്റെ വാർത്തകൾ മാധ്യമങ്ങളിൽ കണ്ടു കാണുമല്ലോ. ISS സ്ഥാപിതമായതിനു ശേഷം പല രാജ്യങ്ങളിൽ നിന്നുമായി നിരവധി ശാസ്ത്രജ്ഞർ അങ്ങോട്ട് പോവുകയും പരീക്ഷണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ISSൽ നടത്തിവരുന്ന പ്രധാന പഠനങ്ങളിലൊന്ന് ബഹിരാകാശത്തെ മൈക്രോഗ്രാവിറ്റിയിൽ മനുഷ്യ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുകയാണ്. ഈ അടുത്ത് നേച്ചർ കമ്മ്യൂണിക്കേഷനിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പഠനം ജീവകോശങ്ങളിൽ മൈക്രോഗ്രാവിറ്റി ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ളതാണ്. മൈക്രോഗ്രാവിറ്റിയിൽ മനുഷ്യകോശങ്ങൾക്കകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ആസ്ട്രോനോട്ടുകൾ സ്പേസ് സ്റ്റേഷനിലെ ലബോറട്ടറി മോഡ്യൂളിൽ മനുഷ്യകോശങ്ങൾ കൾച്ചർ ചെയ്തു. അതേസമയം ഭൂമിയിലെ ഗ്രാവിറ്റിക്ക് സമാനമായ സാഹചര്യം ഉണ്ടാക്കി അതിലും മനുഷ്യകോശങ്ങളെ കൾച്ചർ ചെയ്തു. എന്നിട്ട് ഒരു പ്രത്യേക ഇടവേളയ്ക്ക് ശേഷം 2 കൾച്ചർ പ്ലേറ്റുകളും ഫ്രീസ് ചെയ്തു വെച്ചു. ശേഷം പരീക്ഷണ സാമ്പിളുകൾ ഭൂമിയിൽ എത്തിച്ച് പരിശോധിച്ചു. കോശങ്ങളിലെ പവർ ഹൗസ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന മൈറ്റോകോൺട്രിയകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിന് ഓരോ നിമിഷവും അതിജീവിക്കണമെങ്കിൽ ഊർജം ആവശ്യമാണ്. ATP എന്ന ഊർജ്ജ തന്മാത്രകളെ നിർമ്മിക്കുക എന്നതാണ് കോശങ്ങളിലെ മൈറ്റോകോൺട്രിയകളുടെ പ്രധാന പണികളിലൊന്ന്. മൈറ്റോകോൺട്രിയയുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ അവയ്ക്ക് സ്പെഷ്യലായിട്ട് ചില പ്രോട്ടീനുകൾ നിർമ്മിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. മൈക്രോഗ്രാവിറ്റിയിൽ കൾച്ചർ ചെയ്ത കോശങ്ങളുടെ മൈറ്റോകോൺട്രിയകൾ പരിശോധിച്ചപ്പോൾ സയന്റിസ്റ്റുകൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുകയുണ്ടായി. അവയുടെ മൈറ്റോകോൺട്രിയകൾ ഉൽപ്പാദിപ്പിച്ച പ്രോട്ടീനുകൾ ഭൂമിയിലെ ഗ്രാവിറ്റിയിൽ കൾച്ചർ ചെയ്തവയേക്കാളും കുറവായിരുന്നു. ഈ നിരീക്ഷണം ശരിയാണെന്ന് ഉറപ്പിക്കാനായി ഗവേഷകർ ജപ്പാനിലെ ലാബിൽ മൈക്രോഗ്രാവിറ്റി കൃത്രിമമായി ഉണ്ടാക്കിയ ശേഷം മനുഷ്യകോശങ്ങളെ കൾച്ചർ ചെയ്തു. ഈ പരീക്ഷണത്തിലും ഒരേ നിരീക്ഷണമാണ് ശാസ്ത്രജ്ഞർ നടത്തിയത്. അതായത് 24 മണിക്കൂറുകൾക്ക് ശേഷം നിരീക്ഷിച്ചപ്പോൾ മൈറ്റോകോൺട്രിയയിൽ 13 പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തിൽ കുറവുള്ളതായി കണ്ടു. 48ഉം 72 മണിക്കൂറുകൾക്ക് ശേഷം നിരീക്ഷിച്ചപ്പോഴൊക്കെയും വീണ്ടും പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തിൽ കുറവുണ്ടായി. ഗുരുത്വാകർഷണത്തിൽ ഉണ്ടാകുന്ന കുറവ് എങ്ങനെയാണ് കോശങ്ങളിലെ മൈറ്റോകോൺട്രിയയുടെ പ്രോട്ടീൻ നിർമ്മാണ ജോലികളെ ബാധിക്കുന്നത്? ഇതാണ് ഗവേഷകർക്ക് മുന്നിലുണ്ടായിരുന്ന ചോദ്യം. കോശങ്ങളെ തമ്മിൽ അടുത്തിരിക്കാനായി സഹായിക്കുന്നത് ഒരു പ്രത്യേക തരം പ്രോട്ടീനുകളാണ്. കോശങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന ഗ്ലൂ പോലെയാണ് അവ പ്രവർത്തിക്കുന്നത്. മൈക്രോഗ്രാവിറ്റി കോശങ്ങൾക്ക് പരസ്പരം അടുത്തിരിക്കാനുള്ള ശേഷിയെ കുറയ്ക്കുന്നതാണോ പ്രോട്ടീൻ നിർമ്മാണത്തെ ബാധിക്കുന്നത് എന്നാണ് ഗവേഷകർ പ്രധാനമായും സംശയിച്ചത്. അതുറപ്പിക്കാനായി ഗവേഷകർ കോശങ്ങളെ മൈക്രോഗ്രാവിറ്റിയിൽ കൾച്ചർ ചെയ്യുന്നതിനോടൊപ്പം പരസ്പരം അടുത്തിരിക്കാനായി കോശങ്ങളെ സഹായിക്കുന്ന പ്രത്യേക തന്മാത്രകളും ലഭ്യമാക്കി. അതിനുശേഷം മൈറ്റോകോൺട്രിയയുടെ പ്രോട്ടീൻ ഉൽപ്പാദനം നിരീക്ഷിച്ചു. സംശയം ശരിയാണെന്ന സൂചനയാണ് ഗവേഷകർക്ക് കിട്ടിയത്. കാരണം മൈറ്റോകോൺട്രിയകൾ സാധാരണ പോലെ മൈക്രോഗ്രാവിറ്റിയിലും പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. നേരെ തിരിച്ച് കോശങ്ങളെ പരസ്പരം ഒട്ടിച്ചേർന്നിരിക്കുന്നതിൽ നിന്ന് തടയുന്ന തന്മാത്രകൾ കൾച്ചർ പ്ലേറ്റിൽ ലഭ്യമാക്കിയപ്പോൾ മൈറ്റോകോൺട്രിയകളിൽ പ്രോട്ടീൻ ഉൽപ്പാദനം വീണ്ടും കുറഞ്ഞു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മൈക്രോഗ്രാവിറ്റി കാരണം കോശങ്ങളുടെ ഒട്ടിച്ചേരലിൽ ഉണ്ടാകുന്ന കുറവാണ് മൈറ്റോകോൺട്രിയയുടെ പ്രോട്ടീൻ ഉൽപ്പാദനം കുറയുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് എന്നാണ്. ISSലെ മൈക്രോഗ്രാവിറ്റിയിൽ ആസ്ട്രോനോട്ടുകൾ ദിവസങ്ങളോളം താമസിക്കാറുണ്ടല്ലോ. ആ സമയത്ത് അവരുടെ പേശികൾക്കുണ്ടാകുന്ന ശേഷിക്കുറവിന് പിന്നിലെ ഒരു കാരണം കോശങ്ങളിലെ മൈറ്റോകോൺട്രിയൽ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കാത്തത് കൊണ്ടായിരിക്കാം എന്നാണ് ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ കോശങ്ങളുടെ ഒട്ടിച്ചേരലിന് സഹായിക്കുന്ന മരുന്നുകൾ ബഹിരാകാശ സഞ്ചാരികൾക്ക് നൽകുന്നതിലൂടെ മനുഷ്യകോശങ്ങൾക്ക് അത്യാവശ്യമായ മൈറ്റോകോൺട്രിയൽ പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന കുറവ് പരിഹരിക്കാനാകും.